എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളതല്ല സൗത്ത് ത്രിപുരയിലാണ്, അതായത് സബ്രൂം പോണ റൂട്ടിലാണ്. സബ്രൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ലാസ്റ്റ് ബോർഡറാണ്, അതായത് ത്രിപുര ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ലാസ്റ്റ് ബോർഡറാണ് വന്നത്. അവിടെ ഒരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ത്യ ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരെന്തോ മൊയ്ത്രി സേതു അങ്ങനെ എന്തോന്ന് പേര് വന്നത്. അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണമെന്നാണ് ആളുകൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങാടേക്കാണ് പോകുന്നത്. ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ ലാൻഡ് പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അതായത് ആൾക്കാർക്ക് അങ്ങാടും ഇങ്ങാടും ക്രോസ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങൾ കാര്യങ്ങളായതുകൊണ്ട് അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണേ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അത് കാരണം രാവിലെ വീഡിയോസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പോൾ ഏകദേശം ഉച്ചയാറായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനിവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കയറിയിരിക്കണായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്ന് വെയിലൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്, പയ്യെ ഇറങ്ങാലാന്ന് വെച്ചിട്ടാ. കുറച്ച് നേരം ഈ ഷൂ ഒക്കെ അയച്ചിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കണതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അമർപൂരിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചാബിമുറ പോയായിരുന്നു. ചാബിമുറയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇപ്പോൾ അമർപൂർ വന്ന് അമർപൂരിൽ ഏകദേശം 5 ദിവസമൊക്കെ നമ്മൾ നിന്നിട്ടാണ് പോകുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു SDM ഉണ്ടാകുന്ന മൂപ്പരും കുറച്ച് ഹെൽപ്പ് ചെയ്ത്, നമ്മളെ ഫൈനാൻഷ്യലി കുറച്ച് ഹെൽപ്പ് ചെയ്ത്. കാരണം എൻ്റെ പോക്കറ്റ് എംറ്റി ആയിട്ടിരിക്കുന്നത്, ഒറ്റ പൈസ ഇല്ല, എനിക്ക് മുന്നോട്ട് പോകാൻ ഓപ്ഷൻ ഇല്ലാണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിപ്പോട്ടെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മൂപ്പര് കുറച്ച് ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പയ്യെ മുന്നോട്ട് പോകാം. നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളി റൂട്ടാണ് കേട്ടോ. നല്ല കിടില റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഇതൊരു ഹൈവേ ആണ്, വേണമെങ്കിൽ ഇൻ്റർനാഷണൽ ഹൈവേ എന്ന് തന്നെ പറയാം. കാരണം ഇത് ഡയറക്റ്റ് ചെല്ലണത് ബംഗ്ലാദേശിലേക്കാണ് കേട്ടോ ഈ ഒരു ഹൈവേ ചെല്ലണത്. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നണം മിക്കവാറും ഒരു മഴയും കാര്യങ്ങളൊക്കെ പെയ്യുമെന്നാണ് തോന്നണത്. അന്തരീക്ഷം കണ്ടില്ലേ. നമ്മുടെ വന്നോയ്ക്ക് ഇവിടെ ഒരു കടക്കാർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഹായ് സ്വാഗതം. आपका नाम क्या है भैया? हमारा नाम दीपंजित शाह. क्या? दीपंजित शाह. दीपंजित शाह. आप इधर का है ना? इधर का ही. अच्छा, आपका नाम क्या है भैया? प्रेमानंद वनिक. क्या? यहाँ का है प्रेमानंद वनिक. प्रेमानंद वनिक. मैं यहाँ का हूँ. ये तो ये जगह का नाम क्या है? ये संदीप बाजार. संदीप बाजार. अच्छा. साउथ त्रिपुरा. साउथ त्रिपुरा. ये आपका दुकान है ना? ये मेरा दुकान है. अच्छा. आला दुकान है. आप खा के देखिए, मेरा नाश्ता खा के देखिए. ठीक है. अब हम വെള്ളം കാര്യങ്ങൾ തന്നിട്ടാ. താങ്ക് യു ഭയ്യ. നമ്മളിപ്പോൾ പുള്ളിനോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയാട്ടാ. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട്, എവിടെയെങ്കിലും കയറിക്കാട്ടാ. ഇതാണ് ശാന്തി ബസാർ എന്ന് പറഞ്ഞ ടൗൺ കേട്ടാ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ പോണത് ചാബിമുറയിലേക്കാണ് പോകുന്നത്. ചാബിമുറയുണ്ട്, പിന്നെ അതുപോലെ തന്നെ പിലാക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അപ്പം അങ്ങാടേക്കാണ് നമ്മൾ പോണത്. മഴ പൊടിഞ്ഞ് തുടങ്ങണ്ട കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു കടയുടെ അവിടെ കയറിയിരിക്കുന്നത്. കടയല്ല, ഇതൊരു വീടാണെന്ന് തോന്നുന്നു കേട്ടോ. സിമെൻറ്റിൻ്റെ കടയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ. ഇത്ര നേരം നല്ല വെയിലായിരുന്നു, ഇപ്പോഴാണ് ചെറിയ രീതിയിലൊന്ന് മഴ പൊടിഞ്ഞ് ഓടിയത്. നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ പണിയാവട്ടെ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ അത്യാവശ്യം ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയ. ഇത് മെയിൻ ഒരു ടൗണും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സംഭവവും കിട്ടും കേട്ടോ. ഹോസ്പിറ്റൽ ഫെസിലിറ്റി അതേപോലെ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് നമ്മൾ പയ്യെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് സബ്രൂമിലേക്ക് ഇനി ഏകദേശം 45 കിലോമീറ്റർ കേട്ടോ. നല്ല അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ ഇത്ര നേരം വന്നിട്ട് റോഡ് കാര്യങ്ങളും മോശവും കാര്യങ്ങളൊന്നും കണ്ടില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇങ്ങനെ അടിപൊളിയല്ലേ, ഇന്ത്യയുടെ ഫ്ലാഗ് ഇങ്ങനെ പറന്ന് കളിക്കാൻ വേണ്ടി. നമ്മളെ സഞ്ചരിക്കുന്ന റൂട്ട് നോക്കിയാൽ നല്ല അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ സബ്രൂം എത്തിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഇവിടെ അടുത്ത് പിലാക്ക് എന്ന് പറഞ്ഞ ഇതുണ്ട് കേട്ടോ. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. നമ്മൾ അങ്ങാടേക്കാണ് പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ സബ്രൂം പോണത്. പക്ഷേ ഇതൊരു ഫോറസ്റ്റ് റൂട്ടായതുകൊണ്ട് അടിപൊളിയാണ്. ഈ മരമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇത്ര നേരം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല വെയിൽ വന്ന് അത് കഴിഞ്ഞിപ്പോൾ ആ കൊച്ച് ഫോണും പിടിച്ചോണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല തണലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മിക്കവാറും ഇനിയും മഴ പെയ്യുമെന്ന് തോന്നണ്ട. അതാണ് അവസ്ഥ. കാലാവസ്ഥയൊന്നും കുഴപ്പമില്ല കേട്ടോ. വന്യജീവികളൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. ചിലപ്പോൾ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഇങ്ങനെ വേലി കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇപ്പം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ജോലാബാരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇനി പിലാക്കിലേക്ക് ഏകദേശം 1.4 കിലോമീറ്ററും സബ്രൂമിലേക്ക് 31 കിലോമീറ്റർ കേട്ടോ. പിന്നെ ബലോണിയ 20 കിലോമീറ്റർ. നമ്മൾ ബലോണിയയിലേക്കാണ് കേട്ടോ സബ്രൂം കഴിഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കണം. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കണമല്ലേ, നല്ല വെയിലുണ്ട്. ആൾക്കാരൊക്കെ റെസ്റ്റ് എടുക്കാണ്ടിരിക്കാണ്ടില്ലേ. ഇവരിവിടുത്തെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ റോഡിൻ്റെ സൈഡിലുള്ള ഇതേപോലെ റോഡിനോട് കടന്ന് കിടക്കണ പുല്ലും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒരു വൃത്തിയാക്കൊണ്ടിരിക്കണേ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പിലാക്കിലേക്ക് പോകണ വഴിയൊക്കെയാണ്. അപ്പോൾ ഒരാളെ കിട്ടി. ഹായ് ഭയ്യ, आपका नाम क्या है? क्या? अच्छा, आप त्रिपुरा, आपका ट्राइब टाइटल? अच्छा अच्छा, आप ത്രിപുരയാണ്. ത്രിപുര എന്ന് പറഞ്ഞ ആളുടെ ഇതാണ് സ്ഥലത്തിൻ്റെ പേര് ത്രിപുര എന്നാണെങ്കിലും ആളൊരു ട്രൈബാണ്. ത്രിപുര എന്ന് പറഞ്ഞ ട്രൈബുണ്ട് ഇവിടെ. ഒരുപാട് ട്രൈബ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ഏരിയയിൽ കൂടുതൽ ബംഗാളികളാണ്. പിന്നെ അതുപോലെ ഈ ഒരു ട്രൈബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോകാൻ പോണത് പിലാക്ക് എന്ന് പറഞ്ഞ സ്ഥലമില്ല, അതൊരു ഹിസ്റ്റോറിക്കൽ സ്ഥലമാണ്. ഇത് മതവിശ്വാസപ്രകാരം അവരുടെ ഒരുപാട് ചരിത്രങ്ങളും അതുപോലെ തന്നെ ടെമ്പിളുകളും അങ്ങനെ ഒരുപാട് പഴയ പഴയ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. ഒരു SP സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ പിലാക്ക്. പിന്നെ ഇത് കണ്ടില്ലേ, അപ്പോൾ വൈക്കോലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂനൂത്തി വെച്ചേക്കണേണ്ട ഉണങ്ങി. കാരണം ഇതിപ്പോൾ പശുവിനും ഇതിനെ കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം കഴിഞ്ഞ തവണ ഇവർ ക്ലീനാക്കിയ നെല്ലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ വൈക്കോലും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇത് ഇങ്ങനെ കൂട്ടി വെച്ചേക്കണ വേറെ ഒന്നും കൊണ്ടല്ല, പശുവിനും ഇതിനെ കൊടുക്കാൻ വേണ്ടിയാണ്, കന്നുകാലികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് വാഴക്കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ത്രിപുര എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റില്ല, ശരിക്കും നമ്മുടെ കേരളത്തിനൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ കണക്ഷനായിട്ട് വരും കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് റബ്ബർ കൃഷികളും നെൽകൃഷികളും അതുപോലെ തന്നെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു ഫീലും കാര്യങ്ങളും കിട്ടും. ഈ ഒരു സൈഡിലൊക്കെ കണ്ടില്ലേ, ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നെൽകൃഷിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ പിലാക്കിൻ്റെ ആ ഒരു ഇതിലെത്തിയേട്ടാ. ഈ കാണുന്ന സ്ഥലമാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആശ്രമത്തില്ല അറ്റ് ജൊലൈബാരി കേട്ടോ, സൗത്ത് ത്രിപുരയിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേസ്റ്റ് ഡബ്ബയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫുള്ള് മറ്റേ ഇഷ്ടിക വെച്ചുണ്ടാക്കിയുണ്ട്. ഇഷ്ടിക വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തേക്കണേ കേട്ടോ. ഇതാണ് കേട്ടോ സംഭവം. ഇത് കണ്ടില്ലേ, ഫുള്ളും മറ്റേ ഇഷ്ടിക വെച്ചാണ് ഉണ്ടാക്കിയേക്കണത്. ഈ ഓരോ ഇതിലും ഇവരുടെ പഴയ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഇഷ്ടികയാണ് കേട്ടോ. ഇഷ്ടികയുണ്ട്, ഇതൊക്കെ ഇഷ്ടികയാണ്. ഇത് തന്നെ ഇഷ്ടിക തന്നെയുണ്ട്. ഇതിങ്ങനെ ഫുള്ളിങ്ങനെ കൊത്തി വെച്ചേക്കണേണ്ട. അടിയിൽ വേറെ എന്തോ കല്ലും കാര്യങ്ങളൊക്കെയാണ്. അതിലാട്ടോ ഓരോരോ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചേക്കണം. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഇതൊരുപാട് വർഷമായിട്ടാ നല്ല രീതിയിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ വിണ്ടും കീരയൊക്കെ ഇരിപ്പുണ്ട്. ഭയ്യ ഇധർ മേ ദൂസറാ ഹേ കുച്ച്? उधर भी है? यहाँ पर से गाँव है। अच्छा, वो भी बोल दिया दूसरा एक ही है। अच्छा, ये सही में हेलो नहीं उधर। अच्छा, इधर भी कोई प्रॉब्लम है? अच्छा, उधर में CCTV है ना। अच्छा अच्छा अच्छा, आपका नाम क्या है? त्रिनेंद्र सरकार। अच्छा आपका घर किधर है? इधर सामने है ना। अच्छा ठीक है. ഇവിടെയൊക്കെ കുറേ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടാ. ഈ ഒരു ഇത് കണ്ടില്ലേ, ശരിക്കും ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവരുടെ പണ്ടത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവങ്ങളുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാബിമുറ പോയില്ലേ, അപ്പോൾ അവിടെ കണ്ടില്ലേ ആ ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. अभी इधर आलंड आले यहाँ परिचय। हाय भैया, आपका नाम क्या है? मेरा नाम प्रशांत विश्वास है। अच्छा, आप बंगाली है? हाँ, मैं अच्छा, बंगाली हूँ। इधर यहाँ का हूँ। अच्छा, आप इधर में क्या करते हैं? इधर का ऐसा ही का एक स्टाफ हूँ, कॉन्ट्रेक्चुअल स्टाफ हूँ। स्टाफ हूँ। हाँ, हम लोग के यहाँ पर इसका देखभाल करने के लिए ऑफिस में रखा हुआ है हम लोगों को। अच्छा अच्छा अच्छा, हम लोग 4 आदमी है, अभी 2 है, बाकी 2 दूसरा दिन। अच्छा भैया, इसका हिस्ट्री क्या है? ये सर, ये
पहले तो इसका हिस्ट्री तो बहुत सारा है, तो मैं आपको जितना आपको बोलिए, कोई प्रॉब्लम नहीं। ये पहले इस पैर की तरह इतना बड़ा टीला था, मट्टी का ढेर था। अच्छा, तो पत्थर है बहुत बड़ा। हाँ, बहुत बड़ा टीला था। अच्छा। इसको लेकर पूरा अच्छा, पूरा साइड को लेकर, तो वहाँ पर सर एसआई वालों ने जब हम लोगों को आगे में एक साइड है पिला के अंडर में बहुत सारा लोग आते हैं, सिर्फ ये घूमकर चला जाते हैं। पिला के अंडर में 3 साइड है। 3 साइड है, ये है पूजा खोला, एक है बीच में एक है ये श्याम सुंदर आश्रम टीला, सॉरी श्याम सुंदर आश्रम। हाँ, श्याम सुंदर आश्रम टीला, ये बीच में है पूजा खोला, और जो अगला है वो है ठाकुरानी टीला। हम लोग इसको पिलाक बोलते हैं, लेकिन ऐसा ही वालों ने उसको नाम रखा हुआ है ठाकुरानी टीला। और ये श्याम सुंदर आश्रम टीला इसलिए रखा हुआ है, इस मिट्टी के टीला के ऊपर एक बूढ़ी रहता था, ओल्ड लेडी रहता था, वो वहाँ पर पूजा पाठ करते हैं, इसलिए उसका नाम शायद था श्याम सुंदरी। और हाँ, उसको वो पूजा पाठ करता है, ये आश्रम और ये मिट्टी का टीला था, इसलिए एसआई वालों ने रखा है श्याम सुंदर आश्रम टीला। इसका जब टीला खुदाई हो रहा था पहले, आने जाने के लिए एक ही रास्ता था ये, तो मिट्टी हटकर थोड़ा वॉल का कोना दिख रहा था। तो जो सुपरिंटेंडेंट था, ऐसे था, उसने बोला है ये शायद किसी का लैंड होगा, यहाँ पर कुछ है, लैंड ओनर के साथ बात करो। बात करने के बाद इसको खुदाई कर लो। अच्छा, तो पहले था ये भी पहले था। हाँ, ये मिट्टी के टीले के नीचे। तो ये सर बड़ा जो मूर्ति है, बड़ा मूर्ति बोल रहा है कि भगवान बुद्ध का कोई दूसरा रूप अवलोकितेश्वर है। अच्छा। और यहाँ पर छोटा छोटा काला जो पत्थर है, ये भगवान बुद्ध का जो शिष्य होता है, वो लोग बैठ कर नाम ध्यान करते हैं। कहीं पर 6 है, कहीं पर 4 है, कहीं पर 2 है। अच्छा, मतलब ये वाला, ये तो बुद्धिस्ट का ये पत्थर है। अच्छा, इसका ऊपर वो भी बैठ कर ये सिंहासन आसन होता है। अच्छा, हम लोग पूजा पाठ करते हैं, आसन ऐसे। जो बीच में है उसका 3 हिस्सा कर दिया था। अच्छा, वो भी क्या है? वो भी सर अवलोकितेश्वर है, मतलब बुद्ध का कोई दूसरा रूप। अच्छा, बुद्ध का दूसरा रूप। अच्छा, रूप है ना। अच्छा। इसको काट दिया है, शायद किसने काटा है उन लोगों को शायद मालूम नहीं है। ये कौन काट किया था, मतलब दूसरे धर्म वालों ने काट दिया था। तो उन लोगों ने बहुत सारा केमिकल लेके आया था इसको जुड़वा लगाने के लिए। तो बोला है कि कोई आएगा यहाँ पर सेल्फी लेगा, ये टूटेगा तो कौन जिम्मेदार होगा। तो बोला इसको एक बेस बनाकर इसका नीचे वाला हिस्सा तो यहाँ पर रख दो, और 2 हम लोगों का स्टोर रूम में है। अच्छा। पिलक स्टोर रूम में है। अच्छा। और यहाँ पर सर नीचे में बहुत सारा टेराकोटा है, लगभग 172 टेराकोटा है पूरा साइड पर। और जो खुदाई के बाद निकल गया है उसको कुछ म्यूजियम में है और कुछ स्टोर रूम में है। अच्छा, इधर तो कुछ भी चोरी भी कर दिया नहीं, हम लोगों को सब लोकल है, जो हम लोग काम करते हैं लोकल है, इसलिए चोरी होने का संभावना कम है ना। अच्छा। ओके भाई, उधर वीडियो अलाउड है और नहीं है ना? अलाउड है, लेकिन आप म्यूजियम में नहीं है ना। अच्छा। म्यूजियम छोटा मोटा एक म्यूजियम है। अच्छा। वहाँ पर शिव पार्वती है ब्रोंज का, और बहुत ईस्ट इंडिया कंपनी का पैसा है, बुद्ध का सील मोहर है, और हम लोगों का फेमस एक है त्रिपुरा का आनमान शान एक स्फटिक का शिवलिंग, जिसका वेट 5 किलो है। अच्छा। कौन सा शिवलिंग? वो 5 किलो का। 5 किलो का आप उसको देख सकते हैं, लेकिन फोटो नहीं किया। अच्छा। ओके, थैंक यू भैया, थैंक यू। बहुत ഇൻഫർമേഷൻ आप दे दिया। ഇനും പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കല്ലുകൾ കാര്യങ്ങളൊക്കെ അല്ലേ, ഇത് ശരിക്കും ബുദ്ധിസ്റ്റുകളുടെയാണ്. അതായത് ബുദ്ധിസ്റ്റ് വിശ്വാസപ്രകാരം ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അവർ എന്താ പറയുക, ജ്ഞാനത്തിലൊക്കെ ഇരുന്ന് പറയുമല്ലോ, നമ്മളെന്താ പറയുക, എനിക്ക് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഈ കല്ലിലാണ് അവർ വന്നിരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും കൂടുതലുള്ളത് ഇവിടെ അടുത്തൊരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വീഡിയോയും കാര്യങ്ങളും അലൗഡ് അല്ല കേട്ടോ. പിന്നെ ഇതിലെ ഈ ഒരു കല്ലിൻ്റെ കാര്യമാണ് അവർ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ആ കാണുന്ന ഒരു ഇതില്ലേ, നമുക്ക് അങ്ങോട്ട് കയറിച്ചില്ലാട്ടോ. ഞാൻ ഇവരോട് ചോദിച്ച്, അപ്പോൾ അത് കാരണം കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്.
ഇതില്ലേ, ഇത് ശരിക്കും ബുദ്ധിസ്റ്റിൻ്റെ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇതും അതേപോലെ തന്നെ ഇതിൻ്റെ ആ തലഭാഗമില്ലേ കട്ട് ചെയ്ത് ഇതാക്കി എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് എന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പുള്ളി പറഞ്ഞ രീതി വെച്ച് പുള്ളി എന്നോട് ഇത്രേ പറഞ്ഞുള്ളൂ, ഇത് പണിയണ സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് പണിത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞെന്നാണ് പറഞ്ഞാൽ. എന്താ സംഭവം എന്ന് പുള്ളിക്ക് അറിയില്ല. പിന്നെ ഇതിൻ്റെ ശരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം 8-ാം നൂറ്റാണ്ട് കാലത്താണ് ഇത് പണി കഴിപ്പിച്ചതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിക്കും ഇവിടത്തേക്കാളും കൂടുതലുള്ളത് അവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ആ ഒരു മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ വീഡിയോസും കാര്യങ്ങളും അലൗഡ് അല്ലെന്നാണ് പറഞ്ഞത്. അറിയില്ല കേട്ടോ, നമുക്ക് എന്തായാലും പോയി നോക്കാം. അതുപോലെ തന്നെ ഈ നമ്മൾ വന്നൊഴിക്ക് ഒരുപാട് കല്ലിൽ ഇങ്ങനെ ഓരോ ശില്പങ്ങൾ കാര്യം കണ്ടില്ലേ, അതൊക്കെ ഓരോരോ മൂർത്തികളുടെ ചിത്രങ്ങളും കാര്യങ്ങളും പണ്ട് പണിത് വെച്ചതെന്നാണ് പറഞ്ഞത് 8-ാം നൂറ്റാണ്ട് കാലത്തിൽ. ഭയ്യ इसका नाम तो അവലോകിതേശ്വര. ഇത് ബുദ്ധിസ്റ്റിൻ്റെ ഒരു ഇതാണ്ടാ, അവലോകിതേശ്വര എന്നാണ് ഇതിൻ്റെ പേര്, ഈ ഒരു ശില്പത്തിൻ്റെ പേര് കേട്ടോ. ഇതും പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ ഒരെണ്ണം, ഈ കാണല്ലേ, ഇതിൻ്റെ പേരും അവലോകിതേശ്വര എന്നാണ് പേര്. ഇതിൻ്റെയൊക്കെ കണ്ടില്ലേ തലയും കാര്യങ്ങളൊക്കെ പോയിട്ടാ, പൊട്ടിപ്പൊളിഞ്ഞ് പോയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കളഞ്ഞതാണോ എന്നറിയില്ല കേട്ടോ. കണ്ടില്ലേ, കാൽഭാഗമൊന്നുമില്ല, പിന്നെ തലഭാഗമില്ല കേട്ടോ. ശരിക്കും അതാണ് പ്രതിമ, അതാണ് ശരിക്കും പ്രതിമ എന്നാട്ടോ പറഞ്ഞാൽ. ശരിക്കും അതാണ് കേട്ടോ പ്രതിമ എന്ന് പറഞ്ഞാൽ. അതും ഇതും സെയിം തന്നെയാണ്. പക്ഷേ ഇത് ആൾക്കാർ കളഞ്ഞതാണോ അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയതാണോ എന്നൊരു പിടുത്തമില്ല കേട്ടോ. ഈ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. എൻ്റെ വിവരണവും കാര്യങ്ങളൊക്കെ കുറച്ച് മോശമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഇതിൽ കൂടുതൽ വിവരിക്കാൻ അറിയില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനെല്ലാം ചെയ്യാൻ നോക്കാം കേട്ടോ. ശരിക്കും ഈ ഒരു പിലാക്ക് എന്ന് പറയുന്നത് ഹിന്ദു ബുദ്ധിസ്റ്റ് വിശ്വാസപ്രകാരം ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതായത് മെയിനായിട്ട് ഇവിടെ കുറേ മൂർത്തികളുണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ബുദ്ധമത വിശ്വാസപ്രകാരം ബുദ്ധിസ്റ്റിൻ്റെ കുറച്ച് പ്രാർത്ഥനാ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അവരുടെ കുറച്ച് പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു നെൽപ്പാടം കാണാൻ വേണ്ടി അടിപൊളിയല്ലേ, നല്ല കിടിലം ഭംഗിയായിട്ട് കാണാൻ വേണ്ടി. പിന്നെ അതെ അവിടുന്ന് സൂര്യൻ്റെ വെളിച്ചവും കാര്യങ്ങളൊക്കെ അടിക്കാണ്ട് പലയിടത്തും ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക വൈക്കോലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവെടുപ്പിന് കിട്ടിയതാണെന്ന് തോന്നുന്നു. അതുപോലെ അവിടെ ഒരു ചെറിയൊരു ടെമ്പിൾ പോലെയാണല്ലേ, അത് ബുദ്ധിസ്റ്റിൻ്റെ കേട്ടോ. അത് പറയാൻ കാരണം ഇവിടെ ഒരു വേറൊരു ട്രൈബും കൂടെ ഉണ്ട്. ശരിക്കും ഇവിടെ ബംഗാളികളുണ്ട്, വേറൊരു ട്രൈബുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, ചക്മയല്ല. ശരിക്കും ഞാൻ വിചാരിച്ചത് എന്താ അറിയാമോ, ചക്മാസ് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ബുദ്ധിസ്റ്റുകളെന്നാണ്. പക്ഷേ ഇവിടെ വേറൊരു ട്രൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ പേര് എന്നോട് എന്തോ പറഞ്ഞതാണ്, എന്തോ 3 അക്ഷരം എന്തോ ഉള്ളൂ കേട്ടോ. ഭയങ്കര മറയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. ഞാൻ അത് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ മിക്കയിടത്തും ഇതേപോലെ ഒരുപാട് ടെമ്പിളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നിട്ട് ചെറിയ രീതിയിലൊക്കെ. കേരള പുള്ളി എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായത്. പണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഇതേപോലെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ വന്നത്. പലയിടത്തും ഇതേപോലെ ചെറിയ ചെറിയ ടെമ്പിളുകൾ കാര്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ. പണ്ടത്തെ പല അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. അതൊക്കെ വെച്ചാണ്ട് അവർ പലയിടത്തും ടെമ്പിളുകൾ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടു തന്നെ കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ മ്യൂസിയം. ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പുറത്തൊക്കെ എടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. ശരിക്കും അകത്താണ് കൂടുതൽ കാഴ്ചകളൊക്കെ ഉള്ളത് കേട്ടോ. ഈ കാണുന്ന റൈറ്റ് സൈഡിലാണ് മ്യൂസിയവും കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് പുറത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട ഒരു സെയിം ഇത് തന്നെ കേട്ടോ. എൻ്റെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അവിടെ നോക്കാൻ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇവിടെ ഈ ഒരു ഏരിയ പിലാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ പണ്ട് കാലങ്ങളിൽ ഇവർ ഒരുപാട് എന്താ പറയുക വിശ്വാസപരമായിട്ടുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഇതൊക്കെയാണ് അവിടെ കാണുന്ന ഓരോ കല്ലിലും ഉള്ളത് കേട്ടോ. എന്താ പറയുക ബുദ്ധിസ്റ്റ് മതവിശ്വാസപ്രകാരം അതുപോലെ ഹിന്ദു മതവിശ്വാസപ്രകാരം പണ്ട് ഉണ്ടായിരുന്നൊരു സംഭവങ്ങളാണ് അവരവിടെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ
കൂടുതലുള്ളത് ബുദ്ധിസ്റ്റ് വിശ്വാസപ്രകാരമുള്ള കുറേ പ്രതിമകളും അതുപോലെ തന്നെ ശിലാരൂപങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലുള്ളത് ശരിക്കും എത്ര 5 കിലോ ഭാരമുള്ളൊരു ശിവലിംഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പഴയ മൃഗങ്ങളുടെയും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളുടെയും, അതായത് ഈ പറഞ്ഞ പോലെ സിംഹത്തിൻ്റെയും ആനയുടെയും അങ്ങനെ ഒരുപാട് മൃഗത്തിൻ്റെ ശില്പങ്ങളും ശിലകളും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവൻ്റെയും പാർവതിയുടെയും അതുപോലെ ദേവന്മാരുടെയൊക്കെ ഒരുപാട് ശിലകൾ അതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ അടിപൊളിയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും. അതുപോലെ ഇവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എനിക്ക് ചരിത്രങ്ങളെക്കുറിച്ച് വലിയ പിടുത്തമില്ല. അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഡീറ്റെയിൽ ആയിട്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ അത് പ്രയോജനമാകട്ടെ. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ.